ലോകത്തെന്നും ശാസ്ത്രത്തിന് ഉത്തരം നൽകാൻ കഴിയാത്ത ഒരുപാട് നിഗൂഢതകളുണ്ട്. അതിൽ ഏറ്റവും ഭയാനകമായ ഒന്നാണ് 1959 റഷ്യയിലെ ഉറാൽ പർവ്വത നിരകളിൽ നടന്ന ഡയാറ്റ്ലോവ് പാസ് ഇൻസിഡന്റ്. 9 പരിചയസമ്പന്നരായ പർവ്വതാരോഹകർ അതിശൈത്യമുള്ള ഒരു രാത്രിയിൽ തങ്ങളുടെ ടെന്റിനുള്ളിൽ നിന്ന് ഭയന്നോടുകയും പിന്നീട് ദുരൂഹമായ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കാണപ്പെടുകയും ചെയ്തു. എന്താണ് ആ രാത്രി അവിടെ സംഭവിച്ചത്? വന്യമൃഗങ്ങളോ മഞ്ഞുവീഴ്ചയോ അതോ മറ്റെന്തെങ്കിലും അദൃശ്യ ശക്തികളോ? ഈഗോർ ഡയാറ്റ്ലോവ് എന്ന മിടുക്കനായ യുവാവിന്റെ നേതൃത്വത്തിൽ 10 പേരാണ് യാത്ര തുടങ്ങിയത്. ഇടയ്ക്ക് വെച്ച് ഒരാൾക്ക് സുഖമില്ലാതെ മടങ്ങേണ്ടി വന്നു. ബാക്കി 9 പേർ യാത്ര തുടർന്നു. എന്നാൽ നിശ്ചയിച്ച ദിവസം കഴിഞ്ഞിട്ടും ഇവർ തിരിച്ചെത്താതിരുന്നതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിൽ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന കാഴ്ചകളായിരുന്നു. പർവ്വതത്തിന്റെ ചരിവിൽ ഇവരുടെ ടെന്റ് അകത്തുനിന്ന് കത്തി ഉപയോഗിച്ച് കീറി മുറിച്ച നിലയിലായിരുന്നു. വസ്ത്രങ്ങൾ പോലും ശരിക്കു ധരിക്കാതെ കഠിനമായ മഞ്ഞിലേക്ക് ഇവർ എന്തിനാണ് ഓടി രക്ഷപ്പെട്ടു എന്നത് ഇന്നും ഒരു ചോദ്യചിഹ്നമാണ്. മൃതദേഹങ്ങൾ കണ്ടെത്തിയപ്പോൾ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായി. ചിലരുടെ ശരീരത്തിൽ പുറമേ മുറിവുകളില്ലായിരുന്നു, എന്നാൽ ഉള്ളിലെ എല്ലുകൾ തകർന്നിരുന്നു. അതൊരു മനുഷ്യനോ വന്യമൃഗത്തിനോ ചെയ്യാൻ കഴിയുന്നതിലും വലിയ ആഘാതമായിരുന്നു. ചിലരുടെ നാവുകളും കണ്ണുകളും നഷ്ടപ്പെട്ടിരുന്നു. ഏറ്റവും വിചിത്രമായ കാര്യം അവരുടെ വസ്ത്രങ്ങളിൽ റേഡിയേഷന്റെ സാന്നിധ്യം കണ്ടെത്തി എന്നതാണ്. പർവ്വതമുകളിൽ ആ രാത്രി ഓറഞ്ച് നിറത്തിലുള്ള പ്രകാശഗോളങ്ങൾ കണ്ടതായി അന്ന് അടുത്തുള്ള ഗ്രാമവാസികൾ മൊഴി നൽകിയിരുന്നു. ഇത് അന്യഗ്രഹ ജീവികളാണോ അതോ റഷ്യൻ സൈന്യത്തിന്റെ രഹസ്യ പരീക്ഷണങ്ങളാണോ എന്ന സംശയം അന്ന് മുതൽ നിലനിൽക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം 2020 ഇതൊരു സ്ലാബ് അവലാഞ്ച് ആണെന്ന് പറഞ്ഞ് റഷ്യൻ സർക്കാർ കേസ് അവസാനിപ്പിച്ചു. പക്ഷെ മൃതദേഹങ്ങളുടെ റേഡിയേഷനും വസ്ത്രമില്ലാതെ ഓടി രക്ഷപ്പെട്ടതും ഇപ്പോഴും ഒരു മിസ്റ്ററിയായി തുടരുന്നു.